ആദ്യമേ തന്നെ വാർണിംഗ് തരികയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കണ്ടന്റ്സ് മുഴുവൻ കേരള ക്രൈം ഫയൽ സീസൺ 2ലെ കഥാപാത്രങ്ങളെ പറ്റിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കണ്ടവർ മാത്രം തുടർന്ന് കാണുക. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വന്ന് കാണാം. ഇവിടെ യൂട്യൂബ് ചാനലുണ്ടല്ലോ. ഒരുപക്ഷേ ഒരുപാട് കാലത്തിന് ശേഷം കഥാപാത്രങ്ങളുടെ ഭംഗി കൊണ്ട് അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ ഈ സൃഷ്ടി കൊണ്ടൊക്കെ ഒരുപാട് ഞെട്ടിച്ച കാര്യമാണ് കേരള ക്രൈം ഫയൽ സീസൺ 2. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയണമെങ്കിൽ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ തുടങ്ങാം. ആദ്യത്തേത് അയ്യപ്പനാണ്. ഹരിശ്രീ അശോകൻ ചെയ്തു വെച്ച അയ്യപ്പൻ എന്ന കഥാപാത്രം. ആളൊരു എക്സ് കോൺവിക്റ്റ് ആണ്. പക്ഷേ ഈ അയ്യപ്പനെ പറ്റി പറയുമ്പോഴൊക്കെ ഇയാളുടെ ഭൂതകാലത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ജസ്റ്റ് പേരിനും പെരുമയ്ക്കും വേണ്ടി മാത്രം അയാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, അയാള് നടത്തിയ മോഷണങ്ങളെക്കുറിച്ചൊക്കെ ഒരു വലിയ ആമുഖം തന്നെ ഉണ്ടെങ്കിലും, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ആക്രമണകാരിയായ പഴയൊരു തെരുവ് നായയെ ഇപ്പോൾ തുടലിലിട്ടേക്കുന്നു. അതാണ് ഏറ്റവും നല്ല ഉപമ. ഇപ്പോൾ പ്രായമായി, തുടലുണ്ട്, ആള് ഇത്തിരി ശാന്തനാണ് എന്നൊക്കെ പറയുന്നെങ്കിലും, അത് അഴിച്ചു വിടണ്ട, ചിലപ്പോൾ എപ്പോഴാ കടിക്കുകയെന്ന് പറയാൻ പറ്റത്തില്ല എന്നൊരു ലൈനിലാണ് പുള്ളിക്കൊരു ആമുഖം കൊടുക്കുന്നത് തന്നെ. ഇതിലെ ഏറ്റവും വലിയ ഐറണി എന്ന് വെച്ചാൽ റിട്ടയേർഡ് ആയിട്ടുള്ള പോലീസ് നായ്ക്കളെ അധിവസിപ്പിക്കുന്ന ആശ്രയ എന്നൊരു സെന്ററിലാണ് ഇതേ അയ്യപ്പൻ ജോലി ചെയ്യുന്നത്. അതായത് ഈ കാലുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അയ്യപ്പനും അകത്തുള്ള നായ്ക്കളും ഒരേപോലെയാണ്. കാരണം അവരുടെ കഴുത്തിൽ എപ്പോഴും ചങ്ങലയുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് മുകളിൽ വേറൊരാൾ പറഞ്ഞു തരുന്നത് വരെ അയാൾക്ക് നിസ്സംഗനായിട്ടിരിക്കാനേ പറ്റൂ. വളരെ നിസ്സഹായനായ ഒരു മനുഷ്യനെന്ന് പറയാവുന്ന കഥാപാത്രം. പലപ്പോഴും ഈ ഒരു ഭക്ഷണവും താമസവും മാത്രമല്ല എൻ്റെ സ്വാതന്ത്ര്യം എന്ന് ഉള്ളിൽ കരുതുകയും അതിനായിട്ട് ശ്രമിക്കുകയും വേദനയോടെ എനിക്കും ജീവിക്കണം എന്ന രീതിയിൽ പലപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിലും അയ്യപ്പന് മനസ്സിലാവുന്നുണ്ട് ഞാൻ എല്ലാ കാലത്തും മറ്റൊരാളുടെ താഴെയാണ്. മറ്റൊരാളുടെ അടിയാളനായിട്ട് മാത്രമേ എനിക്ക് പോകാൻ പറ്റൂ. അയാൾക്ക് ഇങ്ങനെ കിട്ടിയ ഒരു നല്ല നടപ്പ് പോലും ഒരു ചങ്ങലയുടെ ഭാഗമാണ്. ഇതിൻ്റെ മറ്റേ അറ്റത്ത് ആൾക്കാർ ഇപ്പോഴും ചങ്ങല വലിക്കുന്നുണ്ട്. അയാളെക്കൊണ്ട് പലതും ചെയ്യിക്കുന്നുണ്ട്. ഒരു തവണ, ഒരേയൊരു തവണ തൻ്റെ ഏറ്റവും വലിയ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട്, പ്രേമത്തിന് വേണ്ടിയിട്ട് ആ ചങ്ങല പൊട്ടിക്കാൻ അയാൾ ശ്രമിക്കുമ്പഴും, ആ ചങ്ങലയുടെ മറ്റേ അറ്റത്തുള്ള അയാൾ ആഗ്രഹിക്കുന്ന വ്യക്തിയും മറ്റൊരു ചങ്ങലയിലാണ്. അവരും തങ്ങളെ നിയന്ത്രിക്കണമെന്ന് അയാൾ തിരിച്ചറിയുന്നുണ്ട്. ഒരുപക്ഷേ ഒരു പ്രതീക്ഷയുമില്ലാതെ ജീവിതം എങ്ങനെയോ പോകട്ടെ, ഞാനതിൻ്റെ ഒഴുക്കിന് പോകാം എന്ന് കരുതി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ കഴുത്തിൽ വളരെ പ്രത്യക്ഷമല്ലാത്ത ഒരു തുടലിനറ്റത്ത് ജീവിക്കുന്ന ഒരു നായയായിട്ട് തന്നെയാണ് അയ്യപ്പൻ എന്ന കഥാപാത്രം അവിടെ പ്ലേസ് ചെയ്തത്. പക്ഷേ എപ്പോഴും നായ്ക്കൾ അല്ലെങ്കിൽ കൂട്ടമായി ജീവിക്കേണ്ട ഒരു വർഗ്ഗത്തിനെതിരെ ഒറ്റയ്ക്ക് അയാൾ ആ ഒരു കോഡ് ബ്രേക്ക് ചെയ്തൊരു കാര്യം ചെയ്യുമ്പോഴാണ് ആ കഥ തന്നെ മാറിപ്പോകുന്നത്. അയാളുടെ ജീവൻ തന്നെ മാറിപ്പോകുന്ന ഒരു വലിയ സംഭവം ഉണ്ടാകുന്നത്. ശരിക്കും അതിൽ കൈയടിക്കേണ്ടത് ഹരിശ്രീ അശോകൻ എങ്ങനെ ആ ക്യാരക്ടർ ചെയ്യുമെന്നുള്ളതാണ്. നമ്മൾ ഒരിക്കൽ പോലും ഇപ്പോൾ കംബാക്ക് നടത്തുന്ന വെറ്ററൻ അല്ലെങ്കിൽ സീനിയർ ആക്ടേഴ്സിനെ പറ്റി പറയുമ്പോഴ് ഹരിശ്രീ അശോകൻ ആ ലിസ്റ്റിൽ ഒരിടത്തും ഇല്ലായിരുന്നു. ഹരിശ്രീ അശോകൻ ആരാണെന്ന് ചോദിച്ചാൽ പഞ്ചാബി ഹൗസ് രമണൻ, വളരെ എളുപ്പമാണ്, കഴിഞ്ഞു. അതിനുശേഷം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ രമണന്റെ മുകളിലേക്ക് ഇറങ്ങാൻ ആർക്കും പറ്റിയിട്ടില്ല. പക്ഷേ ഇത്തവണ അയ്യപ്പൻ മുകളിൽ കയറി രമണന്റെ നിരന്തര ചവിട്ടി മുകളിലെത്തുകയും ചെയ്തു. സീരീസ് കാണുന്ന എല്ലാവരും ഒരു 5 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും ഓർത്ത് വെക്കാൻ പോകുന്നത് അയ്യപ്പനെയായിരിക്കും ആദ്യം. ഹരിശ്രീ അശോകൻ അയ്യപ്പനായിട്ട് ഓരോ തവണ സ്ക്രീനിൽ വരുമ്പോഴും നമ്മൾ അയാളെ മാത്രമാണ് നോക്കുന്നത്. ഓരോ തവണയും ഹരിശ്രീ അശോകൻ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നടത്തുമ്പം ഈ മലയാളി പ്രേക്ഷകരോട് തന്നെ "എടാ നിനക്കൊക്കെ ഈ നല്ല റോളിലേക്ക് നേരത്തെ തന്നൂടെ?" എന്നൊരു ചോദ്യം ചോദിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് സി.പി.യു അമ്പിളി രാജു ആണ്. ഇന്ദ്രൻസ് എന്ന കഥാപാത്രം ചെയ്ത സി.പി.യു അമ്പിളി രാജു. ഇന്ദ്രൻ ചേട്ടൻ നമുക്ക് ഓൾറെഡി കുറച്ച് നാളുകളായിട്ട് ഞെട്ടിക്കുന്നുണ്ട്. പക്ഷേ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡില് തുടക്കത്തില് ബസ്സില് ഒരു പ്രതിയെ കൊണ്ടുപോകുന്നൊരു സീനുണ്ട്. അവിടെ ആരാണ് സി.പി. അമ്പിളി രാജു, അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ ആ പോയിന്റിലേക്ക് പറയുന്നില്ല. എന്നാലും ഒരു കാര്യം പറയാം. അയാളെ ചോദ്യം ചെയ്യുന്ന സി.പി. അമ്പിളി രാജുവിനെ ചോദ്യം ചെയ്യുന്ന, അയാളുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്, അയാളുടെ ബലഹീനതകളെ ചോദ്യം ചെയ്യുന്നുണ്ട്, അയാളുടെ നിലനിൽപ്പിനെ എല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു പ്രതിയെ ഇടയ്ക്ക് വരുന്ന ഒരു 5 സെക്കൻഡ് നിശബ്ദതയില് ഒരൊറ്റ നിൽപ്പുണ്ട് ഇന്ദ്രൻസേട്ടന്റെ. അതായത് ലോകം എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞൊരു 5 സെക്കൻഡ് നിൽപ്പ്. ആ നിൽപ്പിനുള്ളില് അയാൾ അയാളുടെ നിലപാട് പറയുന്നുണ്ട്. അയാൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതാടാ, എനിക്ക് തടിയില്ലെങ്കിലും എനിക്ക് പൊക്കമില്ലെങ്കിലും എനിക്ക് ശരീരമില്ലെങ്കിലും ഇതാണ് ഞാൻ, ഇതാണ് അമ്പിളി രാജു എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ആ മുഖത്ത് 5 സെക്കൻഡ് കാണുന്നുണ്ട്. ശരിക്കും ഞെട്ടിപ്പോവും. അതായത് ഒറ്റ ഡയലോഗ് പോലും ഇല്ലാതെ ഒരു കഥാപാത്രത്തെ നമുക്ക് കാണിച്ചു തന്നു. പിന്നീട് അങ്ങോട്ട് കഥയിൽ അങ്ങോട്ട് എപ്പോഴും അമ്പിളി രാജുവിന്, ഇന്ദ്രൻസ് അഭിനയിച്ച അമ്പിളി രാജുവിന് വേണ്ടതും ഇത് തന്നെയാണ്. പുള്ളിക്ക് ക്രെഡിറ്റ് മാത്രം മതി. എല്ലാവരും എന്നോട് കടപ്പെട്ടിരിക്കണം.
എന്നിലൂടെ അല്ലെങ്കിൽ ഞാൻ വഴി ഇല്ലെങ്കിൽ ഞാൻ ഉള്ളപ്പോൾ മാത്രമേ എല്ലാം നടക്കാവൂ. അത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ലൈഫിൽ കണ്ടിട്ടുണ്ട്. അവർക്ക് പണം വേണ്ട, പദവി വേണ്ട, മറ്റൊന്നും വേണ്ട. വരുമ്പോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, ഇല്ലെങ്കിൽ ഒന്ന് സാറേന്ന് വിളിക്കുക. അവരെ പൂർണ്ണമാക്കാൻ, അവരെ തൃപ്തിപ്പെടുത്താൻ അത്രയൊക്കെ മതി. ഒരു കാര്യം കൂടിയുണ്ട്. അവര് നമുക്ക് ചെയ്തു തരുന്ന സഹായം ഒരു സഹായം മാത്രമല്ല. വേണ്ട സമയത്ത് ഞാൻ പറയുമ്പോൾ എനിക്കുതകുന്ന രീതിയിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ആളെ നിങ്ങൾ ഇതിൽ സഹായിക്കണം. കാരണം കടപ്പാട് ഒരാളോട് മാത്രമല്ല, അയാൾക്ക് എല്ലാവരിൽ നിന്നും ഉണ്ടാവണം. അയാളൊരു സ്റ്റാൻഡ് എടുക്കും ഒരു ഭാഗത്ത്, ഞാൻ ഈ ഭാഗത്താണ് അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്താണെന്നല്ല. അയാൾ എവിടെയാണ് നിൽക്കുന്നത് ആ ഭാഗത്ത് എല്ലാവരും നിൽക്കണം. അത്തരത്തിൽ ഒരു വാശിയുള്ള മനുഷ്യനായിട്ടാണ് സി.പി. അമ്പിളി രാജുവിനെ കാണിക്കുന്നത്. ഈ സീസണിലെ 4ാമത്തെ എപ്പിസോഡില് ഒരു സീക്വൻസ് ഉണ്ട്. അമ്പിളി, അയ്യപ്പൻ, അമ്പിളിയുടെ ആദ്യ ഭാര്യ ഈ 3 പേരുള്ളൊരു സീൻ. ആ സീനില് 2 വെറ്ററൻ അഭിനേതാക്കളുടെ ഏറ്റവും വലിയ ഗംഭീര അഭിനയം എടുത്തിട്ടുണ്ട്. ആ 2 കഥാപാത്രങ്ങളുടെയും ഡെപ്ത് എന്താണെന്ന് അവിടെ പൂർണ്ണമാകുന്നുണ്ട്. അയ്യപ്പന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും അമ്പിളിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലും ഇതിനിടയ്ക്ക് നിൽക്കുന്ന ആദ്യ ഭാര്യയുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലെല്ലാം ഗംഭീരമായിട്ട് അത് പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി ഇന്ദ്രൻ ചേട്ടന്റെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞാല് ഭയങ്കര നയതന്ത്ര വിദഗ്ധനായിട്ടൊരു കഥാപാത്രമായിട്ട് നമുക്ക് അയാളെ കാണാൻ പറ്റും. കാരണം എല്ലാ കാര്യവും അതിപ്പോ ശത്രുക്കളാവട്ടെ, മിത്രങ്ങളാവട്ടെ, ഫാമിലിയോടാവട്ടെ, ആ ഇന്ദ്രൻസിന്റെ അമ്പിളി രാജു എന്ന കഥാപാത്രം ആ ഒരു കാര്യങ്ങള് പറയുന്നതില് ഒരു ചെറിയ ട്രിക്കുണ്ട്. അതായത് ആദ്യം നമ്മുടെ ചെറിയ കാര്യം അവതരിപ്പിക്കും. അതങ്ങോട്ട് സെറ്റ് ആകുന്നില്ലെന്ന് കണ്ടാ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുണങ്ങള് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന ബൈ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കും. അതിനും വർക്കായില്ലെങ്കില് ഒന്ന് ഒറ്റപ്പെടുത്തി ഭീഷണിപ്പെടുത്തും. ഒരു വിരട്ടല് പരിപാടി. ഇത് 3ഉം വർക്കായില്ലെങ്കില് മേത്ത് കൈവെക്കും. ഇതിന് വേറൊരു കാഴ്ചപ്പാട് നമ്മള് കണ്ടാല് ഈ നയതന്ത്രത്തില് ചതുരുപായങ്ങൾ എന്ന് പറയും. സാമം, ദാനം, ഭേദം, ദണ്ഡം. ഇതിന്റെ റിയൽ ലൈഫ് അഡാപ്റ്റേഷനാണ് അമ്പിളി രാജു ചെയ്യുന്നത്. അമ്പിളി രാജു എന്ന കഥാപാത്രം ഒരിക്കലും ഒരു വ്യക്തിയായിട്ട് മാത്രം കാണുന്നില്ല, അല്ലെങ്കിൽ കാണിക്കുന്നുമില്ല. അമ്പിളി രാജു എപ്പോഴും കാക്കിയിട്ട അല്ലെങ്കിൽ കാക്കിയിടാത്ത പോലീസുകാരൻ തന്നെയാണ്. ചിലപ്പോ അയാളുടെ പാസ്റ്റ് നമ്മളെ കാണിക്കുന്നില്ല. ചിലപ്പോ അയാളുടെ പാസ്റ്റിലെ പ്രശ്നങ്ങൾ കൊണ്ടാവാം, ഇല്ലെങ്കില് ആ ഒരു നഗരത്തിലുള്ള അതിജീവനത്തിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ തൻ്റെ ബലഹീനതകൾ പുറത്തറിയാതിരിക്കാനുള്ള മാസ്ക് ആവാം അയാൾ ഈ അധികാരത്തെ കരുതുന്നത്. പക്ഷേ ആ അധികാരത്തെ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് അമ്പിളി രാജു കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഇന്ദ്രൻ ചേട്ടന് 100ൽ 100 മാർക്ക് കൊടുക്കണം. ഹരിശ്രീ അശോകൻ ചേട്ടൻ ചെയ്തതുപോലെ തന്നെ ഭയങ്കര ലേഡായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു 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 മൊറാലെ, സോഷ്യൽ മൊറാലെ അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻസ് എല്ലാം ഭയങ്കര വേരി ചെയ്യാൻ കഴിയുന്ന ഡാർക്കെന്നോ അല്ലെങ്കിൽ വൈറ്റെന്നോ ഒന്നുമില്ലാതെ ഒരു ഗ്രേ എന്ന നൂൽപ്പാലത്തിൽ പ്രേക്ഷകനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിച്ച് കൊണ്ടുപോകുന്ന ഈ കഥാപാത്രങ്ങളെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഞെട്ടിച്ച രീതിയിൽ കാണിച്ചു തന്നു. പ്രേക്ഷകനൊന്ന് മനസ്സിലായി. കാരണം ഈ 2 ക്യാരക്ടേഴ്സിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യം പറഞ്ഞ ജീവിതത്തിന്റെ കുരുക്കിൽ പെട്ടുപോയി. ഇനി അങ്ങ് ജീവിച്ചേക്കാം. അങ്ങനെ പറ്റിക്കൂടി, പറ്റിക്കൂടി ജീവിക്കുന്ന വളരെ സാധുക്കളായ മനുഷ്യര്. അതുപോലെ തന്നെ ഈ സാധുക്കളായ മനുഷ്യരെ മുതലെടുത്ത് ഈ പറഞ്ഞ സമൂഹം, സിസ്റ്റം, ഭരണകൂടം, അധികാരം ഇതെല്ലാം അവർക്ക് മേൽ പ്രയോഗിച്ച് ജീവിക്കുന്നവര്. പക്ഷേ ഈ പ്രയോഗിച്ച് ജീവിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങളൊന്നുമില്ല. ഇവരെ താഴെ നിർത്തിയാലേ എനിക്ക് മുകളിൽ നിൽക്കാൻ പറ്റൂ എന്നൊരു മോഡിൽ ജീവിക്കുന്ന മനുഷ്യര്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം അമ്പിളിയുടെ ആദ്യ ഭാര്യയായ സൂര്യ എസ് കുറുപ്പ് അവതരിപ്പിച്ച കഥാപാത്രമാണ്. അധികം ലോകമൊന്നും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പവർഫുള്ളായ തൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവാണ് ദൈവം എന്ന് കരുതി ജീവിക്കുന്ന ഒരു സ്ത്രീ. അവര് ഒരേ സമയം താഴെ നിന്ന് അടിയാളനാകുന്നുമുണ്ട്. എന്നാൽ മറ്റു ചിലരോട് മുകളിൽ കയറി ഭരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവരെ വീട്ടിൽ പോയി കാണുന്ന സമയത്ത് അവിടെ ഒരു നിൽപ്പൊക്കെയുണ്ട്. ഈ കൈയൊക്കെ ഇങ്ങനെ ഒക്കത്ത് ചാരി വെച്ച് ഭിത്തിയോട് ചേർന്ന്. അതും ഭയങ്കര നാച്ചുറലായിട്ട്. അതായത് നമ്മുടെയൊക്കെ വീട്ടില് പരിചയമില്ലാത്ത ആൾക്കാരും ഓരോ കാര്യങ്ങൾ സംസാരിക്കും. നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ ചെയ്യുന്നുണ്ട്. ചില സീനുകളിൽ ഇവര് അതിഭീകരമായ ഡയലോഗുകളോടെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് എന്ത് കാര്യം മറച്ചു വെക്കണം, എന്ത് കാര്യം ചോദിക്കുമ്പോൾ മാത്രം പുറത്തു വിടണം, എന്ത് കാര്യം ഒരു കാലത്തും പുറത്തു വിടരുത്. പിന്നെ എന്നോട് ചോദിക്കുന്നത് പോലീസാണെങ്കിലും പ്രതിയാണെങ്കിലും ആരാണെങ്കിലും ഞാൻ പറയുന്നത് മാത്രം അവര് കേട്ടാ മതി. അല്ലെങ്കിൽ എന്റെ പവറായിരിക്കണം മുകളിൽ എന്ന രീതിയില് അമ്പിളിയുടെ ഭാര്യയായിരുന്നല്ലോ ഞാൻ. അപ്പൊ ഞാനും അത്ര ചെറുതാവാൻ പാടില്ല എന്ന രീതിയിൽ വലിപ്പത്തില് അവരെ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ മുമ്പൊരിക്കലും സിനിമകളിലോ സീരീസിലോ കണ്ടിട്ടില്ല. പക്ഷേ ഞെട്ടിച്ച് കളഞ്ഞു അവര്. പിന്നൊരാള് ഷാജു, എഎസ്ഐ ഷാജു ഭായിയായി എത്തിയ സുരേഷ് കുമാറാണ്. മുമ്പ് കഴിഞ്ഞ 1000 ബേബീസ് എന്ന വെബ് സീരീസിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഒരു അടിമുടി പോലീസുകാരൻ. അതായത് വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു ക്രൈം സീനിൽ ആദ്യം ചെല്ലുമ്പോൾ തന്നെ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നയപരമായിട്ട് കാര്യങ്ങൾ നീട്ടേണ്ടത്, ഇല്ലെങ്കിൽ പ്രതിയോട് എങ്ങനെ സംസാരിക്കണം, ഇല്ലെങ്കിൽ സാക്ഷിയോട് എങ്ങനെ സംസാരിക്കണം,
എൻ്റെ മേലധികാരിയോട് എങ്ങനെ സംസാരിക്കണം, ആ തഞ്ചവും താളവും അറിഞ്ഞ ചില മനുഷ്യന്മാരില്ലേ, നമ്മളെ കാണുമ്പോ തന്നെ ഇവൻ ആരാണെന്ന് മനസ്സിലാക്കുന്നെ. അത് അത് ഭീകരമായിട്ട് ചെയ്തിരുന്നു. ശരിക്കും പുള്ളി ഒരു പോലീസുകാരനാണോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നിയിരുന്നു. അത്രയും സീസൺഡ് ആയിട്ട് പുള്ളിയുടെ ഈ നടത്തം പോലും ഭയങ്കര അലസമാണ്. പക്ഷേ ആ പുള്ളി നടന്നു പോകുമ്പോഴും പറയുന്ന കാര്യങ്ങളിലും നോക്കുന്ന നോട്ടത്തിലെല്ലാം കറക്റ്റ് പോലീസാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അടുത്തയാള് ജിയോ ബേബിയാണ്. അദ്ദേഹം നല്ല സിനിമകൾ, ഗംഭീര സിനിമകൾ മലയാളത്തിന് തന്നിട്ടുണ്ട്. കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം ഒരിക്കലും മോശമായിട്ടില്ല. എന്നാൽ എടുത്തു പറയത്തക്ക രീതിയിൽ വലിയ സംഭവമായിട്ടൊന്നും ആരും പറഞ്ഞിട്ടുമില്ല, തോന്നിയിട്ടുമില്ല. പക്ഷേ ഇവിടെ കേരള ക്രൈം ഫയൽ സീസൺ 2ല് ആശ്രയ എന്നൊരു കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ ഒരു 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 ഫോർമേഷന്റെ ഇൻചാർജായിട്ട് അയാളുടെ ഒരു അഭിനയമുണ്ട്. ശരിക്കും ഈ മനുഷ്യൻ ഇത്രയൊക്കെ അഭിനയിക്കുമോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. പക്ഷേ ജിയോ ബേബിയുടെ ഒരു ഒരു അഭിനയത്തിന്റെ ഒരു 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 ടേണിംഗ് പോയിന്റ് ചിലപ്പോൾ ഇതായിരിക്കും. ഇപ്പോ അധികാരം ഉപയോഗിച്ച് പുലിയായിട്ട് നിൽക്കണ സമയത്ത് പുലിയായിട്ട് നിൽക്കുക. ഇനി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മറ്റ് ഉപായങ്ങളില്ലാതെ പൂച്ചയാകേണ്ടി വരുന്നിടത്ത് വാലും ചുരുട്ടി ഇരിക്കുക. ഇത് 2 കാര്യവും 2 എക്സ്ട്രീം കാര്യവും ജിയോ ബേബി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ പുള്ളിയുടെ ഡയലോഗിന്റെ മോഡുലേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് എപ്പിസോഡോ തേർഡ് എപ്പിസോഡോ അതിന്റെ എൻഡില് ജിയോ ബേബിയുടെ ഒരു ഡയലോഗ് പ്രസന്റേഷൻ ഉണ്ട്. ആ ഒരൊറ്റ ഡയലോഗിൽ ഇരിക്കുകയാണ്. നമ്മൾ പിന്നീട് ബാക്കി ഫുള്ള് കാണും. ഈ സംസാരങ്ങൾ എവിടെ മുറുക്കണം, എവിടെ പെതുക്കെ ആക്കണം, അല്ലെങ്കിൽ എവിടെ ആ ഒരു നയത്തിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ എനിക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കനുസരിച്ച് ഞാൻ എങ്ങനെ സംസാരിക്കണം. ഈ ഒരു പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് ജിയോ ബേബി ചെയ്തിട്ടുണ്ട്. അടുത്തത് ജിജോ എന്ന നടനാണ്. ജിജോയുടെ ക്യാരക്ടറിന് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ സീരീസില്. പക്ഷേ അത് ഭംഗിയായിട്ട് ചെയ്തു. അത് കാരണം എന്ന് വെച്ചാലേ, ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പോ അതിനൊരു ടോൺ ഉണ്ടാവും. നമ്മൾ എന്ത് കാര്യമാണ് പറയുന്നത്, അതിൽ എന്താണ് ഇമ്പോർട്ടൻസ്. എനിക്ക് മുമ്പിലിരിക്കുന്ന ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോ അതിൽ ഒഫീഷ്യലായിട്ടും സംസാരിക്കണം, പേഴ്സണലായിട്ടും സംസാരിക്കണം. അവരുടെ ഫീലിംഗ്സിനെ ഹർട്ട് ചെയ്യുകയും ചെയ്യരുത്. ഇനി അതുപോലെ തന്നെ ഈ സംസാരം കേട്ടിരിക്കുക. നമുക്ക് പറയാൻ തിരിച്ച് ഡയലോഗൊന്നുമില്ല. നമ്മുടെ എക്സ്പ്രഷൻ ഉണ്ട്. അവരെ ചില കാര്യങ്ങളിൽ ചിരിച്ച് തൃപ്തിപ്പെടുത്തണം. ചില കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യണം. അവര് വിഷമിക്കുമ്പോൾ ആ വിഷമം നമുക്ക് റിഫ്ലക്ട് ചെയ്യണം. ഒരു മനുഷ്യൻ കേട്ടിരിക്കുന്നത് പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ദുഃഖവും വിഷമവും ഒക്കെ കണ്ട മൃഗങ്ങളെ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ എങ്ങനെയാണോ കാര്യങ്ങൾ സംവദിക്കുന്നത് അതുപോലെ ചെയ്തു. പിന്നെ ഞെട്ടിച്ചത് ആദ്യ സീസണിലെ പ്രധാന വേഷങ്ങളിലെത്തിയ 2 കഥാപാത്രം. എസ്എച്ച്ഒ കൂര്യനായി വന്ന ലാൽ, അതുപോലെ തന്നെ എസ്ഐ ആയിട്ട് വന്ന അജു വർഗീസ്. ഇവിടെ 2ാം സീസണിലേക്ക് എത്തുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു. അതിലുള്ള എക്സ്പീരിയൻസ്, അതിലുള്ള ഒരു ഹെവിനെസ്, അതിലുള്ള ഒരു ഡോമിനേഷൻ അവരുടെ ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അവർക്ക് കിട്ടിയ ഒരു പവർ അവർ കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് സീസണിൽ നമ്മൾ കണ്ട ആ രീതികളും പെരുമാറ്റങ്ങളും സംസാരങ്ങളും എല്ലാം അവരിൽ തന്നെയുണ്ട്. ആദ്യ സീസണിൽ കുറച്ചൊന്ന് പാവമായി പതുങ്ങി നിന്ന് പിന്നീട് ഉയർന്നു വന്ന മനോജ് ഇത്തവണ ഒരു സീസൺഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പോലീസ് ഓഫീസറായിട്ട് തന്നെ അജു വർഗീസ് ചെയ്തു വെച്ചിട്ടുണ്ട്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന സീരീസിലെ ഗംഭീര കഥാപാത്രത്തിന് ശേഷം അതേ ലെവലിൽ തന്നെ പ്രശംസിക്കാനും കഴിയുന്ന കഥാപാത്രമായിട്ടാണ് ഇതിന് ചെറിയ റോളിലെങ്കിലും അജു വർഗീസ് ചെയ്തിരിക്കുന്നത്. പ്ലസ് ആദ്യ സീസണിൽ സിപിഒ പ്രദീപായിട്ട് വന്ന ഷിൻ ഷാൻ ചെയ്ത കഥാപാത്രം ഒരു വളരെ ചെറിയ സമയത്തേക്ക് ഇവിടെ വരുന്നുണ്ട്. അത് കഥയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്പേസിലാണ് വരുന്നത്. പക്ഷേ ആദ്യ സീസണിൽ നമ്മൾ എങ്ങനെയാണ് പ്രദീപിനെ കണ്ടത് അതുപോലെ തന്നെ വളരെ കൃത്യമായ ഒരു പോയിന്റിൽ അയാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ലെവലിൽ തന്നെ വളരെ കുറച്ച് സമയത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതില് കുറെ ഭയങ്കര സുന്ദരകുട്ടപ്പന്മാരായ കുറച്ച് നായ്ക്കൾ അഭിനയിച്ചിട്ടുണ്ട്. ടെറി, ടിപ്പു, എനിക്ക് ബാക്കി കുറച്ചുപേരുടെ പേര് ഓർമ്മയില്ല. ആ കഥയ്ക്ക് എപ്പോഴാണ് അവരെ ആവശ്യം? ആ കഥയിൽ അവരെന്താ ചെയ്യേണ്ടത്? അതവര് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ നായ്ക്കളത് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ടിപ്പു എന്ന് പറയുന്ന ചെറിയ പട്ടിക്കുട്ടിയുണ്ട്. അവൻ എൻ്റെ ഫേവറേറ്റാണ്. ഒരുപക്ഷെ ഒരുപാട് കാലത്തിന് ശേഷം ഈ സിനിമകളിൽ അധികം കാണാത്ത വിധത്തിലുള്ള സങ്കീർണമായ കഥാപാത്രങ്ങള്, ഒരുപാട് ആഴമുള്ള ഈ പറഞ്ഞ കറുപ്പും വെളുപ്പും മാറി മാറി നിൽക്കുന്ന കുറച്ച് കഥാപാത്രങ്ങള് ഒരുമിച്ച് ഒരു കഥയിൽ സിങ്ക് ചെയ്തു അതും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ് ഈ കഥയില്. അങ്ങനെ കണ്ടത് കേരള ക്രൈം ഫയൽ സീസൺ 2ലെ ക്യാരക്ടേഴ്സിലാണ്. ഇതിനെല്ലാം കൈയടിക്കേണ്ടത്, സലാം കൊടുക്കേണ്ടത്, ഇതെല്ലാം എഴുതി തയ്യാറാക്കിയ ബാഹുൽ രമേശിനാണ്. ഭയങ്കര മനോഹരമായിട്ട് ഒരിടത്തും ഒരു ക്യാരക്ടറൊന്നും ചോർന്നു പോകാതെ, ഇല്ലെങ്കിൽ അവരുടെ മാനറിസംസോ അവരുടെ നിലപാടുകളോ രീതികളോ ഒന്നും മിക്സപ്പ് ആവാതെ ഗംഭീരമായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട്. അത് ഒരു മൊമെന്റ്, ഒരു 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 പിവോട്ടൽ മൊമെന്റുകൾ എഴുതുന്നതിലാവട്ടെ, ആ കഥാപാത്രത്തിന്റെ ഡിസിഷൻ അയാൾ എടുക്കുന്നതിലാവട്ടെ, അയാളുടെ സംഭാഷണങ്ങളിലാവട്ടെ, അയാളുടെ തീരുമാനങ്ങളിലാവട്ടെ, മറ്റ് കോമ്പിനേഷൻ സീനുകളിലാവട്ടെ, എല്ലായിടത്തും അസാധ്യ കൈയടക്കത്തോടെ, അതായത് വാരി വലിച്ച് ഒരുപാട് കാര്യങ്ങൾ കാണിക്കുക, ഒരുപാട് സിംബോളിക്കലാവൊന്നുമല്ല, വളരെ സട്ടിലായിട്ട് ഒരു നോട്ടത്തില്, ഒരു ഡയലോഗിലൊക്കെ ആ ക്യാരക്ടർ ആരാണെന്നും അയാളുടെ മേൽവിലാസമൊക്കെ എഴുതി വെക്കുന്നുണ്ട്.
ശരിക്കും ബാഹുൽ രമേശ് എന്ന എഴുത്തുകാരന്റെ ഫ്യൂച്ചറിനെ ഞാൻ ഒരുപാട് ആഗ്രഹത്തോടെ നോക്കുന്നുണ്ട്. ആദ്യം കിഷ്കിന്ധാകാന്ഡം അതൊരു തുടക്കക്കാരന്റെ ഭാഗ്യമല്ലെന്ന് തെളിയിക്കുന്ന വിധത്തില് ഒറ്റ വർഷം തികയുന്നതിന് മുമ്പേ അടുത്ത വെബ് സീരീസ് കൊണ്ടുവന്നു. അതിനും ഗംഭീരമായ എഴുത്തും കഥാപാത്രങ്ങളും. അതും ഓർത്തു വെക്കുന്ന സിനിമയ്ക്കൊപ്പം തന്നെ കഥാപാത്രങ്ങളെയും ഓർത്തു വെക്കുന്ന രീതിയിലുള്ള എഴുത്ത്. അയാള് ഇവിടെ കുറച്ചധികം കാലം ഉണ്ടാവും. കുറച്ചധികം നല്ല സിനിമകള് ചെയ്യും.